എന്നോട് ചങ്ങായിയേ, നീ എന്താ ദുഃഖിച്ചിരിക്കണേ? എന്റെ പോലത്തെ ഒരു ദുഃഖം തനിക്കുണ്ടല്ലോ, അതെന്താ കാരണം? ഞാൻ വന്നു നോക്കുമ്പോ എന്തൊക്കെയായിരുന്നു വരവേൽപ്പ് തന്നെ. എല്ലാം പോയി. ഈ ലോകം തന്നെ ആകെ നശിച്ചു. യുദ്ധങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, സ്ത്രീ പീഡനങ്ങള്, എന്താ പറയുക, എല്ലാറ്റിനും മനുഷ്യർ തന്നെ കാരണക്കാർ. ഇതിനൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് തനിക്ക് ഞാൻ അവസരം തന്നത്. എൻ്റെ അവസ്ഥയും എന്നെ പോലെ ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ദുഃഖിച്ചിരിക്കുന്നത്. മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് മനുഷ്യന്മാരല്ലേ, അവര് മാറാത്തത് കൊണ്ടാണല്ലോ എനിക്കിത് കൊണ്ടുവരേണ്ടത് വന്നത്. എന്ത്? പ്രകൃതി ദുരിതങ്ങളും വൈറസും പലതരം അസുഖങ്ങളും ഒക്കെ ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതിനും അവർ പഠിക്കണില്ലെങ്കിൽ ഇനി അടുത്ത ആൾ വരുന്നുണ്ടല്ലോ, അവനെ ഏൽപ്പിച്ച് കൊടുക്കാൻ പോവുക ഞാനത്. അവനെ കൊണ്ടെങ്കിലും ഈ മനുഷ്യരെ നല്ലത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ മനുഷ്യർക്കാണ്. അവരാണ് നന്നാക്കേണ്ട ചുമതല. നമുക്ക് നോക്കാം. അല്ലട, താന്താ പൂവ് കൈ പിടിച്ചിരിക്കണത്? ഈ പൂവോ? ഈ പൂവ് എനിക്ക് മുന്നേ വന്നവൻ എനിക്ക് തന്നതാണ്, കൈമാറിയതാണ്. ഒരുപാട് പ്രണയിക്കുന്നവരുടെ ഓർമ്മയ്ക്കും പ്രണയം തുടങ്ങുന്നവർക്കും പ്രണയം കൊണ്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കാണ് ഈ പൂവ് എനിക്ക് തന്നത്. അത് ഞാൻ നിനക്ക് തരാൻ മറന്നുപോയി. ഇതാ ഈ പൂവ് ഇനി വരണവന് ഞാൻ കൈമാറാം. എൻ്റെ ലോകം കഴിഞ്ഞു, ഇനി അവൻ്റെ ലോകമാണ്. ആ ലോകത്തിന് വേണ്ടിയിട്ട് ഈ പൂവ് ഞാൻ അവന് കൈമാറും. അവൻ വരുന്നു. അവൻ ചുള്ളനാണല്ലോ, ഇവനെ കൊണ്ട് പറ്റൂട്ടോ. അവൻ തകർത്ത ആട് ഇവിടെ. അത് ശരിയാ, അവൻ പുലിയാണ് ആള്. അവൻ വരവ് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും പേടിക്കും. ഹായ് ബ്രദർ. എന്തൊക്കെയാണ് വിശേഷം? രണ്ടാളി ഇതെന്തിന്റെ പൂവൊക്കെ? നിങ്ങളുടെ കാലം കഴിഞ്ഞല്ലോ, ഇനി നിന്റെ കാലാണല്ലോ. ശരിയാണ്, എന്റെ കാലം. സ്വാഗതം ചെയ്തതാണ്. അതെ, അതല്ലേ അതല്ലേ. അല്ല, ഇനി നാളെ മുതൽ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഒന്നും ആലോചിച്ചിട്ടില്ല, ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ പാവപ്പെട്ടവനോ പണക്കാരനൊന്നും ഇല്ല, വെട്ടൊന്നും മുറി രണ്ട്. ഇക്കൊല്ലം ഞാൻ ജനങ്ങളെ മൊത്തം അടിമുടി പഠിപ്പിക്കും. എൻ്റെ കയ്യിലൊരു അടവും പറ്റില്ല. നിങ്ങളെ രണ്ടാളിൽ കയ്യിൽ നിന്ന് പോയ പോലെയല്ല എൻ്റെ കയ്യിൽ നിന്ന് പോയത്. നിങ്ങളൊക്കെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. ഇക്കൊല്ലം ഞാൻ ഭരിക്കും, ഉറപ്പാ.